അബിൻ വർക്കിക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന്റെ ചരടുവലി. അബിനെ തഴയരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് 30 സംസ്ഥാന ഭാരവാഹികൾ കത്തയച്ചു. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദ, ഇവിടെ അബിൻ വർക്കിയെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയായി ചിത്രീകരിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിനകത്ത് വലിയ തർക്കവും തമ്മിലടിയും ഒക്കെ നടക്കുന്നത്. പക്ഷെ മറുവശത്ത് അബിനായി വലിയ രീതിയിലുള്ള ചരടുവലിയും സജീവമാവുകയാണോ? അബിൻ വർക്കി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ വൈസ് പ്രസിഡന്റായ ആളാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ പ്രധാനമായും ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ രാഹുൽ ഗാന്ധി തന്നെ മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുകയാണ് പുറമേ നിന്ന് ഒരാൾ പ്രസിഡന്റായി വരുന്നത്. കാര്യം 1 ലക്ഷത്തിലധികം 2 ലക്ഷത്തോളം തന്നെ വോട്ട് അബിൻ വർക്കി നേടിയിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായി ഒരു നാച്ചുറൽ ജസ്റ്റിസ് അബിൻ വർക്കിയെ തന്നെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ധാരണ പലപ്പോഴും മറ്റു തരത്തിലേക്കാണ് പോകുന്നത്. കാര്യം KPCC പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും KSU സംസ്ഥാന അധ്യക്ഷനും ഒരേ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് അതിന്റെ ഒരു സമുദായ സന്തുലിതം പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അബിൻ വർക്കിക്ക് ഈ സ്ഥാനം നഷ്ടമാകുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അബിൻ വർക്കിയെ അനുകൂലിക്കുന്നവർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന കത്തുകളിൽ, രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തുകളിൽ പ്രധാനമായും ഒരു വാചകം തന്നെയാണ് കൂടുതലും ആവർത്തിക്കുന്നത്. അതായത് ചെരുപ്പിനൊത്ത് കാല് മുറിക്കരുത്. കാര്യം ഒരു സമുദായ സന്തുലിതം തുടങ്ങിയ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അർഹതപ്പെട്ടവർക്കെയാണ് ഇതിനകം തന്നെ തഴയുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അബിൻ വർക്കിയെ അനുകൂലിക്കുന്നവർ പറയുന്നത്. കാര്യം അബിൻ വർക്കിയെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് ബിനു ചുള്ളീലിനെ സംസ്ഥാന അധ്യക്ഷനാകുകയും ബിനു ചുള്ളീലിനെ സംസ്ഥാന അധ്യക്ഷനായി വന്നു കഴിയുമ്പോൾ ഒഴിവുള്ള ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് KM അഭിജിത്തിനെ നിയോഗിക്കുകയും ചെയ്യാം എന്നുള്ള ഒരു പ്രാഥമിക ധാരണ നേതാക്കൾക്കിടെ ആയതിനെ തുടർന്നാണ് അബിൻ വർക്കിക്ക് വേണ്ടി ഇത്രയേറെ സമ്മർദ്ദവുമായി 3 ജില്ലാ അധ്യക്ഷന്മാരടക്കമാണ് ഇപ്പോൾ കത്ത് രാഹുൽ ഗാന്ധിക്ക് വന്നിരിക്കുന്നത്. സംസ്ഥാന ഭാരവാഹികളായ 30 പേരാണ് ഇപ്പോൾ അബിൻ വർക്കിയെ തന്നെ വൈസ് പ്രസിഡന്റാക്കണം, ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടി കത്തയച്ചിരിക്കുന്നത്. ഇതിൽ ഇനി നിർണായകമാവുക കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമായിരിക്കുമോ? ഹൈക്കമാൻഡിന്റെ തീരുമാനം തന്നെയായിരിക്കും ഇതിനകത്ത് ഏറ്റവും നിർണായകമാകുക. കാര്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ നിയമിക്കുമ്പോൾ പോലും ഇതെല്ലാം AICC സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഹൈക്കമാൻഡ് KC വേണുഗോപാലായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ ഒരു തീരുമാനം, അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ ഒപ്പിട്ട ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ബിനു ചുള്ളിയിലും KC വേണുഗോപാലുമായി വളരെ അടുപ്പമുള്ള KC വേണുഗോപാൽ വിഭാഗക്കാരാണ് ഈ 2 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു പേരിയേക്കുന്ന 2 പേരും. ഒന്ന് OJ ജനീഷ്, അതേപോലെ തന്നെ ബിനു ചുള്ളിയിൽ. ഇവർ 2 പേരും KC വേണുഗോപാലിന്റെ വളരെ അടുപ്പക്കാർ മാത്രമല്ല, നേരത്തെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് രാഹുൽ മാങ്കുടത്തിനൊപ്പം മത്സരിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് സ്വാഭാവികമായും രാഹുൽ മാങ്കുടത്ത് മാറിക്കഴിയുമ്പോൾ അടുത്ത ഒരു സ്ഥാനം കിട്ടുന്നത് ഒരേ വിഭാഗത്തിലുള്ള ഒരു നേതാക്കന്മാർ തന്നെയല്ലാതെ പുറമേ നിന്നുള്ള ഒരാൾ വരട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിക്കഴിയുമ്പോൾ നറുക്ക് വീഴുന്നത് ബിനു ചുള്ളിയിലാണ്. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്, ആലപ്പുഴ ഹരിപ്പാടാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പദവിയിലേക്ക് നിയോഗിക്കണം എന്ന് തന്നെയാണ് പൊതുധാരണയായിട്ടുള്ളത്. അതേസമയം ഈ തരത്തിലുള്ള ഒരു ജാതി മത സന്തുലിതം മാത്രം നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുകയാണ്. അതിൽ ഹൈക്കമാൻഡ് ഇടപെടണം എന്ന് തന്നെയാണ് ഇപ്പോൾ അബിൻ വർക്കിയെ അനുകൂലിക്കുന്നവർ ആവശ്യപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കിയെ കൊണ്ടുവരാനുള്ള ചരടുവലി സജീവമാണ്. അബിൻ വർക്കിയെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് 30 സംസ്ഥാന ഭാരവാഹികളാണ് കത്തയച്ചിട്ടുള്ളത്. വിശദാംശങ്ങളാണ് ഡി ധനസുമോദ് നൽകിയത്.